രണ്ടുപേര് വഴി തെറ്റി കുറച്ച് സ്ട്രൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ മൊത്തം തെറ്റാന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അതെനിക്ക് പേടിയുണ്ട് എന്ന് ഒരു ഒബ്സ്റ്റിക്കിളിന് പോലും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. Guys, the riders are ready. We are all set to go for the trial ride. Yo guys, ഓൾമോസ്റ്റ് ഇന്നത്തെ വർക്ക് ഡണ്ണാണ്. നമ്മൾ കംപ്ലീറ്റ് ഒബ്സ്റ്റിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് ഫ്ലാഗ് വെക്കാനുണ്ട്, കുറച്ച് നമുക്ക് ഹോർഡിംഗ് ഒക്കെ വെക്കാനുണ്ട്. അതൊന്ന് രാത്രി ആയാലും നാളെ ആയാലും ചെയ്യാൻ പറ്റും. ബിക്കോസ് നാളെയാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. സോ ഐ ഹാവ് ടു ലീവ് തൃശ്ശൂർ. ട്രൈബൽ സഞ്ജയും മഹേഷും എല്ലാവരും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനും ടയേഴ്സ് ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്തു. പിന്നെ ഇവിടുത്തെ വൈകുന്നേരം ആയപ്പോഴുള്ള നമ്മളൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത് ഇന്ന് കുറച്ച് വെയിൽ ഉണ്ടെങ്കിൽ കൂടെ വൈകുന്നേരം ആയപ്പോൾ കളി കംപ്ലീറ്റ് മാറി. ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആണ്. നല്ല, അതായത് ഈ സൈഡിൽ നമുക്ക് ആ സൈഡിലേക്കായിട്ട് വരുന്നത് ഒരു ലേക്ക് വരുന്നുണ്ട്. നല്ല ലേക്കാണ്, ബ്യൂട്ടിഫുൾ ലേക്കാണ്. പിന്നെ മൊത്തത്തിലൊരു ടീ പ്ലാന്റേഷൻ ആണല്ലോ. നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു കണ്ടോ, അത് കണ്ടോ ലേക്കാണ്. ആ സൈഡിൽ കാണുന്നത് നല്ല ലേക്കാണ്. വ്യൂ നല്ല വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ്. ടീ പ്ലാന്റേഷൻ ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. മൗണ്ടൻസ് കണ്ടോ ആ സൈഡിലൊക്കെ നല്ല ഫോഗ് ആയിട്ട് വരുന്നത്. നാളെ ഇനിയിപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർക്ക് വീണ്ടും പോകണം. അവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി നാളത്തെ നമ്മളെ ഫ്ലാഗ് ഓഫും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓൾ റൈറ്റ്, ചലോ ദെൻ ബൈ. യെസ്, നമ്മളെ സമയം എത്തിയിരിക്കുകയാണ്. വി റീച്ച് ഹിയർ അറ്റ് ബാംഗ്ലൂർ പിറ്റ് സ്റ്റോപ്പ്. ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ തൃശ്ശൂർ ജോയിൻറ്റ് RTO ഈ ഒരു ഇവൻറ്റ് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. സോഫാർ കംപ്ലീറ്റ് ക്രൂ എൻ്റെ പിന്നിലുണ്ട്. RTOനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RTO വന്ന ഉടനെ തന്നെ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. നമ്മളെ ഈ ബാൻഡിഡോസ് എക്സ്ട്രീമിന് തുടക്കം കുറിക്കാൻ പോവാണ്. നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഓടിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. എല്ലാം നിങ്ങളെല്ലാവരും റൈഡിംഗ് ഗിയേഴ്സ്, ഹെൽമെറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നോക്കി, അതെല്ലാം നോക്കി. വളരെ സന്തോഷമുണ്ട്. ട്രെയിനിങ് എല്ലാവരും നല്ലപോലെ ചെയ്ത് ഈ ട്രിപ്പ് നല്ല എൻജോയ് ചെയ്യുക, സേഫായി റൈഡ് ചെയ്യുക. സോ നമ്മുടെ ഫ്ലാഗ് ഓഫ് ഇവന്റ് കഴിഞ്ഞു. സാറാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. സജീഷ് സാറാണ് തൃശ്ശൂർ RTOയിലെ. താങ്ക് യു സോ മച്ച് സാർ. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് പോവാം. ഇതിനെ ഫോളോ ചെയ്തിട്ട് പോവാം. ഷീപ്പ് റൈഡ് ആയിട്ടുള്ളത് പിന്നെ 500 ഉണ്ടാവും ഏറ്റവും ബാക്കിൽ. ബാക്കി നിങ്ങൾ ആളെ ഫോളോ ചെയ്തിട്ട് ആളെ പോകുന്നത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സേഫ് ആയിട്ട് ഓടിക്കാം. യാസിന് ആരും കവർ ചെയ്ത് പോകണ്ട. യാസിൻ ലീഡ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ യാസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജെയിംസിൻ്റെ അടുത്ത് പറയാം. സോ നമ്മളൊരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. ടീ ബ്രേക്ക് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ റൈഡേഴ്സും ഒന്ന് ഫ്രഷ് ആയി. ഇനി നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ബാക്കി കുറച്ച് റൈഡേഴ്സ് ഓൺ ദി വേയിൽ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. അവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചലോ ഭായി, ചലോ. ഭയങ്കര തല്ലിപ്പൊളി മനുഷ്യനാണ്, മനസ്സിലായോ? ഫുള്ള് പറ്റിക്കലായിട്ട് നടക്കാൻ വേണം. ദേവ് വെങ്കടേഷ് എത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ആള് കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങി ഓൺ ദി വേയിൽ അങ്കമാലിയിൽ നിന്ന് ജോയിൻ ചെയ്തു. താങ്ക് യു ദേവ്. ഈ ഒരു റൈഡറെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. ആള് ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ബാൻഡിഡോസിലെത്തി. അവിടുന്ന് അഗെയിൻ ഹി സ്റ്റാർട്ടഡ് ടു മൂന്നാർ. സോ വി റിയലി അപ്രീഷിയേറ്റ് ദ എഫേർട്ട് വാട്ട് ഹി ഈസ് ടേക്കിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് ഇവന്റ്. ആൻഡ് വി ആർ ഗോണ റോക്ക് ദിസ് ഇവന്റ്, റൈറ്റ്? ഇവിടെ ഒരു 10, 20, 25 റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മൂന്നാറിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചലോ ഗൈസ്. സെറ്റാണ്. രണ്ടുപേര് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഇടാം.
രണ്ടുപേര് വഴി തെറ്റി കുറച്ച് സ്ട്രൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തിരിച്ചു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ബിക്കോസ് ലേഡി റൈഡേഴ്സ് ആ ഗ്രൂപ്പിലുണ്ടായതുകൊണ്ട് വെയിറ്റ് ചെയ്തു. അവർ ജോയിൻ ചെയ്ത് നൗ വി ആർ ഹെഡിങ് ടു അവർ ലൊക്കേഷൻ ടെൻഡ്ഗ്രാം. ചലോ ലെറ്റ്സ് ഗോ അർണേട്ടാ, ലെറ്റ്സ് ഗോ ഗൈസ്. I'm so happy being with you in this beautiful evening. First of all, I would like to thank the complete team of ടെൻഡ്ഗ്രാം because ഞാൻ ഒരു ആഴ്ച ആയിട്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും ടെൻഡ്ഗ്രാം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ബാൻഡിഡോസ് ഇങ്ങനെ ഒരു ഇവന്റ് പ്ലാൻ ചെയ്ത സമയത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ അവരെ സ്കെഡ്യൂൾ കംപ്ലീറ്റ് മാറ്റി വെച്ചുകൊണ്ട് വേറൊരു പ്രൊജക്റ്റ് അവർക്ക് നോർത്ത് സൈഡിൽ നടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു എക്സ്ട്രീം ഏറ്റവും ആപ്റ്റ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു മൂന്നാർ സൂര്യനെല്ലിയിലാണെന്ന് സജസ്റ്റ് ചെയ്ത് ഈ ഒരു പരിപാടി ഫാസ്റ്റ് ആക്കി ചെയ്ത് ഈ റൂംസ് ഒക്കെ കണ്ടാൽ അറിയാം ഒന്നും ഫുൾഫിൽ അല്ല. പക്ഷേ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട സെറ്റപ്പ് ചെയ്തു തന്നതിൽ എൻ്റയർ ടീമിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. അതോടൊപ്പം തന്നെ നാളത്തെ നമ്മളെ സ്കെഡ്യൂള്, നാളെ രാവിലത്തെ റിപ്പോർട്ടിംഗ് ടൈം 7 ആയിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാനതൊരു 7:30 ആക്കാണ്. 7:30ക്ക് നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം ആയ ഉടനെ തന്നെ നിങ്ങളെല്ലാവരും വരേണ്ടത് സെയിം സ്പോട്ടിലാണ്. 7:30ക്ക് നമ്മൾ ഇവിടെ റിപ്പോർട്ടിംഗ് ഇൻഡെമിനിറ്റി ഫോം ഒക്കെ നിങ്ങൾ സൈൻ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ബ്രീഫിംഗ് ആണ്. നാളത്തെ ഇവൻ്റ് എന്താണ്, നാളെ നിങ്ങൾക്ക് എന്താണ് ട്രെയിനിങ് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാവും. 8 o'clock നമുക്ക് ഷാർപ്പ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ 8:30ക്ക് നമ്മൾ കറക്റ്റ് നമ്മൾ ഒബ്സ്റ്റിക്കിൾ ഇവന്റ് ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടാണ് കംപ്ലീറ്റ് ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വരുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് പാഡ് ചെയ്തിട്ട് നിങ്ങളെ ഗിയേഴ്സ്, എല്ലാവരും ഗിയേഴ്സ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഗിയേഴ്സും ഹെൽമെറ്റ്സ് എല്ലാം ഇട്ടുകൊണ്ട് തന്നെ രാവിലെ വരിക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ട്രാക്കിലേക്ക് പോകും. ഇത്ര നമ്മൾ ലേറ്റ് ആവുന്നോ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ അത്രയും കുറവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ട്രെയിനിങ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ പാഠങ്ങളും അവിടെ പഠിക്കണമെങ്കിൽ ഷാർപ്പ് ടൈം നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ റൈറ്റ് അർണേട്ടാ, യു വാണ്ട് ടു സേ സംതിങ്? ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർ ഫീഡ്ബാക്ക് ആവശ്യമാണ്. മേ ബി ഇറ്റ്സ് എ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇത് എങ്ങനെയായിരുന്നു, ഇത് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് തുറന്ന മനസ്സോടെ അത് എക്സ്പ്രസ് ചെയ്യണം. സോ വി വിൽ ഡു അവർ ലെവൽ ബെസ്റ്റ് ടു ഇംപ്രൂവ്, ഓക്കെ, ഫോർ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തരാൻ സാധിക്കും. So we are ready to change ourselves to make you guys change. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. Although we are getting into adventure, but നമ്മളെ ഉള്ളിലെ ഒരു ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിൻ let us start with the timeliness. As Mushi said, 7:30. If you come here at 7:30, you are late. You got to be prepared at least 10 minutes before that. അതാണ് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. So dot 7:30 you are late. So all of you can be here at 7:30 or before. Before. മൂന്ന് പേരോ? No, I just wanted a shout. Okay. Before. So see you guys. Have a nice rest. Good night. And tomorrow morning, a great start, a new day, a new beginning in your life. Get prepared. Good night to you. Yes, a very good morning everyone. This is the day of Bandidos Extreme. Yes, ആ ദിവസം എത്തിയിരിക്കുകയാണ്. ബാൻഡിഡോസ് എക്സ്ട്രീമിൻ്റെ ആ പുതിയൊരു ചാപ്റ്റർ ഇന്നിവിടെ മൂന്നാർ സൂര്യനെല്ലിയിൽ ആരംഭിക്കുകയാണ്. വി ആർ ഓൾമോസ്റ്റ് സെറ്റ്. ഇനി ഒരു ഫൈനൽ പ്രിപ്പറേഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:30, 6:30 ആയിട്ടുണ്ട്. ആൻഡ് ദ കംപ്ലീറ്റ് ക്രൂ ഓഫ് ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പ് ഇസ് ഹിയർ. ആസ് യു ക്യാൻ സീ, ശ്രീയോൻ, അരുൺജി ആൻഡ് ദ കംപ്ലീറ്റ് മീഡിയ ക്രൂ. നമ്മൾ റൈഡേഴ്സിനോട് എത്താൻ പറഞ്ഞിരിക്കുന്നത് 7:30ക്കാണ്. അവരെ രജിസ്ട്രേഷൻ ഇൻഡെമിനിറ്റി ഫോമൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ആഫ്റ്റർ ദാറ്റ് 8 o'clock നമുക്ക് ബ്രീഫിംഗ് ആണ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ദെൻ വി ആർ കമ്മിങ്, അതൊക്കെ നമുക്ക് 10 ഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയിലാണ്. അങ്ങനത്തെയൊക്കെ 8:30, 9 o'clock വി വിൽ ബി റീച്ചിങ് ഹിയർ ഇൻ ദിസ് വെന്യൂ. ഇവിടുത്തെ ഒരു ഫൈനൽ ടച്ചപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഫ്ലെക്സ് ഒക്കെ നമ്മുടെ ടീം ചെയ്യുന്നുണ്ടോ. ഫൈനൽ ആ വർക്ക് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ദെൻ ഐ കം ബാക്ക് ടു യു ഗൈസ്, കം ബാക്ക് ടു യു. അപ്പോൾ നമ്മൾ രാവിലത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമ്മൾ ബ്രീഫിംഗ് ആണ്, നമുക്ക് ഒരു 1/2 hour ബ്രീഫിംഗ് ആണ്. എന്താണ് ഇന്നത്തെ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫിങ്ങും, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളെ ഒബ്സ്റ്റിക്കിൾ റേസിന്റെ ട്രെയിനിങ് ആരംഭിക്കും. Alright, so first and foremost, let us get to know each other. Okay, so those who are comfortable sitting, stand up, just move on, shake hand. Get to know the name of the person. Go around. അവർ പരിചയപ്പെടുന്ന ഒരു സെഷനാണ്. കാരണം പല നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്, പല ലൊക്കേഷനിൽ നിന്നും വന്നിട്ടുള്ളതാണ്. സോ അതിൽ ഗേൾസ് ഉണ്ട്, അത് കൂടാതെ ഞാൻ പറഞ്ഞു പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും തമ്മിൽ പരിചയപ്പെടുന്ന ഒരു സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അരുണേട്ടൻ ഇസ് ഡൂയിങ് റിയലി ഗുഡ്. എല്ലാവരും പരിചയപ്പെട്ടു. So all set guys, riders are ready, complete set in there. So all set. So you are distributing this? Indemnity forms. Yeah. Please give them back to me here. So guys, Dev Venkatesh will be giving the complete details, how we made this track, what are the obstacles you are going to attend. Good morning guys, welcome to Bandidos Extreme first edition. So we are here in our obstacle course. This is the first one. This is our barrel maze. So you need to navigate through barrels. So you have very limited space. So you have to go around these barrels. Once you complete this, we have a second obstacle is our pipes where we need to navigate in between these. They have to balance and go in between these two pipes. The third one looks very easy, plywood course. So riders again have a lot of space, but our goal is to go on this plywood here. Then we have a small rock garden. We didn't want to keep it very challenging. Again, riders have to navigate through this rock course. My favorite obstacle is here. It's not easy guys. It looks very easy and small, but I don't think it is easy. It's a little hard. Yeah. Next one we have our cone maze where riders have to go in a zigzag way. So you see this markings here. So they have to ride through these. And the next one is again one more technical course which is called the coffee grinder. So riders basically have to come here, pick this. On the motorcycle. On the motorcycle. On the motorcycle. Right? Go around this coffee grinder. So they always have to hold it like this. Lot of throttle control comes into play. Maze here again, zigzag. Because why we have made lot of zigzag is so riders can understand the body balance on the motorcycle, so how much they have to work. The next one is my favorite. This is basically a seesaw, which is also technically called as teeter-totter. As soon as you enter it and you reach halfway, so this is the balance point where you'll have to drop and go towards the next. Yeah, again riders have to climb through this. You need a lot of balance. Yeah. This is one more obstacle. It's a tricky one. Everything here looks very easy, but on a motorcycle it is not easy. Next we have the oopsie-doos. So logs, you can see almost 8 logs are here. So we made it very subtle, not very challenging. So this is where we help them learn a hop. You see bunny hop where they do in BMX. So pretty much same. So we have a small mud pit here. This is one of my favorite. Yeah, he loves it. I think this is the most dirtiest place. Please on this obstacle. I think I'll take my word back. The more action happens here, I'll take it back. Wow. So again, riders have to think before they go. You can't just go because it's not the same. So you can't actually ride on the log. So you have to navigate through it. So again, one more technical area. So riders have to think and ride either on the log. Okay, they have to hold the bike and walk through it. The riders have to balance the bike like this. On the log, along with themselves on the log. And then we have our tire section here.
The riders have to ride through the tires. Yeah. In the end, we have this amazing rope tie here. So they have to just tie the rope to the pole. Yeah. That's it, Amazing. guys. This is what we made here for the obstacle training. I think we have around 12, 13, 14 obstacles 14, here in yeah. this venue. Yeah. That's really good, right? Yeah. And not one is easy. It's all like tests you. Yeah. It really tests our riders today. This is Dev Venkatesh, the chief trainer of Bandidos Extreme. Thank you so much, guys. Thank you, Dev. Thank you for having us. Yeah, let's rock. ഇപ്പോൾ ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈഡിംഗ് പോസ്റ്റർ എങ്ങനെ ബോഡി ബാലൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. I think the ladies can answer. Do you have any idea why we should lean forward when you're going uphill? Answer. Please answer. Like whatever you know. Please answer. The bike has chances of getting up. So again, you're climbing a uphill, you find a rock, you all get excited, and we just want to do something. We do it. What happens? So to avoid that, we put the body weight on front, and you can have anything like throttle, do anything. But when you're climbing up, your gas has to be steady throttle, continuous. Once you drop the throttle, that is where the bike struggles. അപ്പോൾ ഇത്രയും സമയം ഇവിടെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ അവരോട് ചെയ്ത് കാണിക്കാൻ പറയാണ് റൈഡേഴ്സിനോട്. സോ ഫസ്റ്റ് വി ഗേവ് പ്രിഫറൻസ് ടു ദ ലേഡി റൈഡേഴ്സ്. സോ ദേ വിൽ ബി ഷോയിങ് ദ കംപ്ലീറ്റ് ബോഡി പോസ്റ്ററിംഗ്. ലെറ്റ്സ് സീ. So next, Show us how will you do a right step. Right. Yeah. One step. Perfect. Give it up. Good job. Please come here. എക്സ്പൾസിന് വേണ്ടിയിട്ട് അവരെ ഏരിയസ് ഓഫ് ചെയ്യുന്നത് എല്ലാ റൈഡേഴ്സിനും കാണിച്ചു കൊടുക്കാണ്. ബിക്കോസ് ദേ ആർ ഗോണ സ്റ്റാർട്ട് ദ പ്രാക്ടീസ് സെഷൻ സൂൺ. Third one, ABS 10. So this is what we need to remove. So remove the third one. Just keep it in the side here and then close it. So when you're back on road again, you can put it. Himalayan riders. Main one is front, main two is back. We remove the EC only. So it will disengage. This will be the 5A. And when you're going back, please put it in the road. ഇപ്പോൾ ഇവിടെ ബോഡി പൊസിഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോഡി പൊസിഷന് ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നൗ പ്രാക്ടിക്കലായിട്ട് കാണിക്കാണ്. ദേവ് ഇസ് ഹിയർ. ദേവ് ഇസ് ടീച്ചിങ്. So you will know how to put the weight on opposite side. ഈ ഒരു ഇവൻറ്റിൽ 2 ലേഡി റൈഡേഴ്സാണുള്ളത്. ഇവർ ഓൾമോസ്റ്റ് നിങ്ങൾ ബൈക്ക് പൊന്തിച്ച് വെക്കുന്നതൊക്കെ കണ്ടു, വളരെ ടെക്നിക്കായിട്ട്. ഇനി ചോദിക്കട്ടെ, നിങ്ങൾ ബോഡി പൊസിഷനിങ് പഠിച്ചു കഴിഞ്ഞോ? ജസ്റ്റ് ഒന്ന് കാണിക്കാം ബോഡി പൊസിഷൻ എങ്ങനെയാണ്. യെസ്, കാല് 2 ഹോൾഡ് ചെയ്തു. ബൈക്ക് കൈയിൻ്റെ ആംഗിൾ നോക്കണം. കൈ ഹോൾഡ് ചെയ്തു ആൻഡ് ഷീ ഈസ് ഡൂയിങ് റിയലി ഗുഡ്. അപ്പോൾ ബോഡി പൊസിഷനിങ് പഠിച്ചു കഴിഞ്ഞു. ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും വേണ്ട ട്രെയിനിങ് തന്നിട്ടുണ്ട് അല്ലേ? 10-25 പേരുണ്ടെങ്കിൽ കൂടെ ഓരോ ട്രെയിനേഴ്സ് എല്ലാവരിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണോ? ഓക്കെ, എന്നാ ഒന്ന് കാണിച്ചേ. ബൈക്ക് ഒന്ന് പിടിച്ചോ. യെസ്, ദേ ആർ ഡൂയിങ് റിയലി ഗുഡ്. ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട്, വളരെ പ്രോ റൈഡറാണ്. ഷെയ്ഖ് മുഹമ്മദിന്റെ പൊസിഷനിങ് കൂടെ നമുക്കൊന്ന് കാണാം. ഒന്ന് നോക്കിയാ, അറ്റാക്ക് മോഡ് പറ്റേ. ഒരു ഫോറിൻ റൈഡർ പോലെ തന്നെ ഉണ്ട് ഈ ഒരു റൈഡറെ കാണാനില്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ റൈഡർ, നല്ല കളറുള്ള ബൂട്ട്, നല്ല കളറുള്ള ജേഴ്സി. താങ്കൾ ആരാണ്? അതെ, സോ ഈസ് ബീയിങ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. സോ ദ ഫസ്റ്റ് സെഷൻ ഫിഗർ ഓഫ് 8 ആണ്. ഇവരിപ്പോൾ ബോഡി പൊസിഷനിങ്, അറ്റാക്ക് മോഡും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ദെൻ അങ്ങനെ സ്റ്റാർട്ട് ദ ഫിഗർ ഓഫ് 8. ഇവരൊക്കെ റൈഡേഴ്സിനെ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ടാണ്. Throttle control mainly. He's not giving throttle. Easy control. Use your clutch and your brake. Body position, guys. So he's not moving his legs. So Sanjay bro, these riders are almost set for. They have learned all set for the the basic training. Okay. So they are doing it really good. All right. Yeah, they're learning also really good. Okay. Yeah, fantastic. Now they are going to learn figure of 8. Yes, yeah. Okay. This is a basic one. Yeah, basic body positioning. And the other side, ഞാൻ പറഞ്ഞു ഇവിടുന്ന് ബേസിക് റൈഡിങ് പോസ്റ്റർ പഠിച്ച ആളുകൾ ഈ സൈഡിൽ ഫിഗർ ഓഫ് 8 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഹേഷ് വിഎംഒ ഇവർ 2 ലേഡി റൈഡേഴ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അപ്പോൾ നിൽക്കണതൊന്നും കൂടി പെർഫെക്റ്റ് ആക്കാനുണ്ടെന്നാണ്. കാരണം നമുക്ക് ഒറ്റ ഇമ്പാക്ട് വരില്ല കൈ നിൽക്കുന്നത്, കാരണം കൈ ഫുൾ ഫ്രീ ആവും. Okay, so Vibe Hunter, എന്താണ് എക്സ്പീരിയൻസ്? How do you feel? How is this training? Oh wow, it's an amazing
പ്ലേസ് ചെയ്യണം. ലൈക്ക് വി സ്റ്റാർട്ടഡ് ഏർലി മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ മൊത്തം തെറ്റാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. നമുക്ക് പുതിയ ടെക്നിക്സ്, കറക്റ്റായ രീതികൾ, നമ്മളെങ്ങനെ ബൈക്കായിട്ട് എങ്ങനെ നമ്മൾ മെഴുകിച്ചേരണം, നമ്മൾ ഒരുമിച്ച് സിങ്ക് ആവണം നമ്മുടെ ബോഡിയും നമ്മുടെ ബൈക്കുമായിട്ട്. അവിടെ കുറേ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചത് മുഴുവൻ തെറ്റാണ്. അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആരും നമ്മളൊരു കൾച്ചറിൽ അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ആരതൊക്കെ ബൈക്ക് എടുക്കുന്നു, ചെറുതാകുമ്പോൾ പഠിക്കുന്നു, അത് അതെ നമ്മളെ ഇഷ്ടത്തിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, വണ്ടി എടുത്ത് വിടുന്നു എന്നല്ലാതെ ടെക്നിക്കലി ബൈക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഇഞ്ചുറി പറ്റാതെ നമുക്ക് എങ്ങനെ ഒരു ഓഫ് റോഡിങ് ചെയ്യാം, എല്ലാം എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. സോ ടെക്നിക്കലി വി ആർ ഗെറ്റിംഗ് എ ഗുഡ് നോളേജ്. ഇപ്പം ഇൻ കേസ് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ബൈക്കിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തന്നെ എങ്ങനെ നമുക്ക് റെഡിയാക്കി നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താന്നുള്ള ടെക്നിക്സ് കൂടെ നമുക്ക് കിട്ടി ഇന്നത്തെ സെക്ഷനോടെ. ഓക്കെ, അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഓബ്സ്റ്റിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ബ്രീഫിംഗ് ആയിരുന്നു. അതിൽ ഒരുപാട് ടെക്നിക്സ് ഇപ്പോൾ പഠിച്ചു. നിങ്ങളത് ചെയ്ത് കാണിച്ച് ഉറപ്പ് വരുത്തി ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാൻ അതിന് മുന്നേ ഉള്ള ഒരു ബ്രേക്കിലാണ് അല്ലേ? സോ ഓൾ good. Having fun, guys. So all the thanks to Red Bull India for giving Red Bull to all our riders. Thank you so much. Please take your Red Bull, get your wings. Get your wings. Now I'm going to show the demo, so everybody has to see that. So then we can apply the same thing. Okay? So I'll give you the 3 rounds, making your body perfect. Okay? 3 റൗണ്ട് ട്രൈബൽ സഞ്ജയ് കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ അവർ ബോഡി പെർഫെക്റ്റ് ആക്കണം എന്നുള്ളതാണ്. ഫേവറേറ്റ് ഐറ്റം ട്രെയിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. When you're here, see what's next, which side is the direction. Here, you know where to go because ട്രൈബൽ സഞ്ജയ് അത് കാണിച്ചു കൊടുക്കാൻ പോവാണ്. പ്ലീസ് കമ്മിങ്. Okay, see. Like this also, like kind of wake. steady throttle, like go with the flow. Yeah. Yes. Okay, get stuck. Okay, what you have to do now? Just put your back. Got it? No, I think everybody can do it. Yes. Okay, yes. Good job, buddy. Go. Stop. Now the next session is coffee grinder. So they have to start from here, then take this ring. ഇതെടുത്തതിന് ശേഷം അങ്ങനെ പൊന്തിച്ചിട്ട് ബൈക്ക് കംപ്ലീറ്റ് ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ അവിടെ ഇങ്ങനെ ബൈക്ക് കംപ്ലീറ്റ് റൗണ്ട് അടിച്ച് വരിക എന്നുള്ളതാണ്. സഞ്ജയ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അതെടുത്തു, എന്നിട്ട് അതിങ്ങനെ ടേൺ ചെയ്യലാണ്. സഞ്ജയ് കാണിച്ചു കൊടുത്തു. ആൻഡ് നമ്മൾ ട്രെയിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് സീ ഹൗ ദേ ആർ ഡൂയിങ്. Watch friend, watch there. Drop it there only. Easy. Watch. Woo! Good. Come closer. Very good. Focus, man. Drop easy. Very good. So we are going to have the lunch. After the lunch we have another obstacles. That is more interesting. Yeah, bigger one, so it's not so difficult. So we'll go for the lunch. See you after the lunch. Bye. Just have fun. You guys did amazing. I'm proud of all of you guys. Yo. Especially the Dominar guy and where's our classic guy. You guys, that bike is not meant to do this, but you're still taking it up. We're very proud of you. Good job. So more obstacles are ready for you guys. Jaldi kaicho. Okay, chalo, we'll go and have some. What is that? 2 gram ഒരു ഗംഭീര സാഹന്റെ നേതൃത്വത്തിൽ എന്താണെന്ന് പറയാം. ഇതാണ് ഹൈദരാബാദ് ബിരിയാണി ഫ്രം 10 gram. ഹൈദരാബാദ് മാറ്റണോ? ചിക്കൻ്റെ പീസ് ഉണ്ടാവും. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, അത് പറയാതെ പറയാം. 10 gram നല്ല മെനു തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീറ്റോ ടോട്ടോ ആണ്. ടീറ്റോ ടോട്ടോ ആസിനോ കുറച്ച് ഹാർഡായിട്ടുള്ള സെഷൻ തന്നെയാണ് ഈ ഒരു ഒബ്സ്റ്റിക്കിൾസിൽ വരുന്നത്. നമ്മളിതങ്ങനെ ഈ ഒരു ഇത് ടാക്കിൾ ചെയ്തിട്ട് വരണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ഒരു ടീറ്റോ ടോട്ടോയിൽ കയറി കഴിഞ്ഞാൽ വി ഹാവ് ടു ബാലൻസ് ദ ബൈക്ക്, പിന്നെ അത് ഇറങ്ങിപ്പോകണം. Congratulations! Clap for Tribal Sanjay!
ഈ സെഷൻ ഒരു വുഡൻ ലോഗ് എന്നാണ്. അതിങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലിപ്പ് എന്നാണ് പറയുന്നത്. ബ്ലിപ്പ് എന്ന് പറയുന്നത് ത്രോട്ടിലേക്ക് എന്നാണ് ബ്ലിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു വുഡൻ ലോഗ് കൊണ്ട് തന്നെ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൂടെ ഉള്ളതാണ്. ഇറ്റ് നീഡ് എ ലോട്ട് ഓഫ് എനർജി ആൻഡ് ഐഡിയ. ദാറ്റ്സ് വാട്ട് നമുക്ക് വേണ്ടത്. ഹിമാലയം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രൊട്ടക്റ്റക്സ് എടുത്തിട്ടുള്ളത്. തൊട്ടോ പ്രാക്ടീസ് തുടങ്ങി. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പേഷ്യൻസ് ആൻഡ് ദ ബാലൻസ്. പ്രശ്നമൊന്നുമില്ല, നമ്മൾ രണ്ട് സൈഡിലും ക്രൂ ഉണ്ട്. അവർ ഈ സൈഡിലേക്ക് വീഴുകയാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട്. Gloves ഇല്ലാതെ വന്നു. Without proper gear, we don't allow anyone to ride on this track because this is motorsport. We have to be very careful. We should wear proper riding gears. Wow. വെള്ളമാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് വെള്ളമാക്കിയിട്ടുണ്ട്. ആ സെഷനിൽ അവിടെ ഒരാൾ വീണ് പോയിട്ടുണ്ട്. വെള്ളം കളി ഇപ്പോൾ തുടങ്ങാൻ. ഡേറ്റിംഗ് ഗെയിം ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഗൈസ്. സ്റ്റാർട്ടഡ് ഓൾറെഡി. വെള്ളം വണ്ടി വന്നു, കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വാട്ടറൊക്കെ അവിടെ ക്രാഷ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഈസി, കം ഓൺ ബ്രോ. വെള്ളം ഫുള്ള് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൈഡേഴ്സ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരു സ്ഥലം കേട്ടോ. എനിക്കിഷ്ടമായി. നമ്മളെ മടുപ്പായി. നമ്മളെ ലാസ്റ്റ് ഏസ് ഓഫ് ഡേറ്റിന് മടുപ്പായത് ഓർമ്മ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനം അത്. പക്ഷെ അതിൻ്റെ ചെറിയൊരു വേർഷൻ അല്ലേ, ചെറുതായിട്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ മടുപ്പായില്ല, ചെറുമടുപ്പ്. So please line up. The lady riders are coming. Good job. Yo, Good yo. job. Good job. Good job. Easy, 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 easy. Easy, bro. Yo. Go fast. Hey, go slow, bro. Go. ചാക്കോ എല്ലാം പറഞ്ഞ പോലെ പിടിച്ചോ. Don't help him. You can! Come on! Throttle it! Throttle! Yo! Come on! Hey! Come on! ഇപ്പോൾ വരും, സണ്ണിപ്പോൾ പുറത്തേക്ക് വരും. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ വുഡൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നടന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സെഗ്മെൻ്റാണിത്. You have to push your motorcycle on the lock with engine on. Throttle and clutch coordination. Okay, let's go. Get two wheels also on the lock. Clutch control, motorcycle balance, all in one. Yes, you need to focus. ടയർ സ്ക്രബാണ്. കംപ്ലീറ്റ് ടയേഴ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമ്മൾ കാഴ്ചയാക്കും. This is all about the balance. വെരി ഗുഡ്. അവിടുത്തെ റൂമിന്റെ കീ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയോ? നമ്മളിറങ്ങിയ All the riders are ready to do it. Okay? നല്ല രസമില്ലേ അവർ ലൈനപ്പ് ചെയ്തിരിങ്ങനെ വെച്ചിട്ടാണ്. ഈ രണ്ട് ലേഡി റൈഡേഴ്സിൻ്റെ പ്രത്യേകത, ഈ സെഷനിൽ ഒബ്സ്റ്റിക്കിൾസിൽ നടന്ന എത്ര ഹാർഡ് സെഷൻ ആയാലും എത്ര മീഡിയം സെഷൻ ആയാലും എല്ലാം ഓടിക്കാനുള്ള ആ ഒരു മനക്കരുത്ത്, അല്ലെങ്കിൽ അത് ഓടിക്കാൻ മുന്നിലേക്ക് വരാന്നുള്ളതാണ്. അതെനിക്ക് പേടിയുണ്ട് എന്ന് ഒരു ഒബ്സ്റ്റിക്കിളിന് പോലും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. Use the brake. One more step.
perfect. Super, super. Stand up. Okay. Okay, very good, good, okay. Yes, totally. Yes. And the other girl, നമ്മളെ ഈ ഗ്രൂപ്പിലെ അടുത്ത ലേഡി റൈഡറാണ്. ഷീ ഈസ് ഓൾസോ ട്രൈയിങ് എവറിത്തിങ്. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അങ്ങനെ തന്നെ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. സോ നൈസ്. Relax. Throttle. Very good. Good job. Good. Lady riders are doing really good, right? They are Women attempting are all the actually obstacles. taking everything. Yeah. First time I think they're little struggling, Yeah. and I think after that they're like doing it like rock stars, bro. They are really having fun. And the next session സ്ലോ റേസ്. 5 ആളുകളാണ് ഈ സ്ലോ റേസിന് വേണ്ടി റെഡി ആയി നിൽക്കുന്നത്. പടക്കുതിരകളാണ് എന്ന് വിചാരിക്കേണ്ട, ഇത് സ്ലോ റേസ് ആണ്. അതുകൊണ്ട് മെല്ലെ പോയാൽ മതി അല്ലേ? എല്ലാം നല്ല മികച്ച റൈഡേഴ്സ് ആണ്. പക്ഷേ റോയൽ എൻഫീൽഡ് ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, ഇമ്പൾസ് ഉണ്ട്. ലെറ്റ്സ് സീ. Everyone disqualified. Only the winner is the Royal Enfield rider. Yeah! He got selected. Come on, yes, you got it. Just maintain the same. Don't go fast, maintain. Okay, you know. Okay, please go. Okay, you're done. Selected. Good one, BMW. സെമി ഫൈനലിലേക്ക് എത്തി വിജയിച്ച് വന്നവരാണ് ഇവരൊക്കെ. ചലോ, ഈ ഒരു സ്ലോ റേസിൽ ആളാണ് ഈ കപ്പ് അടിക്കാൻ പോകുന്നത്. റോയൽ എൻഫീൽഡ് റൈഡർ. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി കാലുത്തും ഇല്ല. ഓക്കെ, this guy got selected for the final round, bro. Yo, the rider from Bangalore is doing good. You guys are qualified. Yo. Parking. Come on guys, come on. This is the final round. Final roundilekku select ആയിട്ടുള്ള റൈഡേഴ്സ് ആണ് ഇതൊക്കെ. One is Expulse and the other one is Royal Enfield. Again Expulse and then again Royal Enfield Himalayan. So wish you all the very best riders. On slow race in the final round ആണ് നടക്കുന്നത് ട്ടോ. So who is gonna win? That Royal Enfield. ഞാൻ പറഞ്ഞു നിങ്ങളോട്, he is gonna win. Okay, ഒരാൾ പോയി. Oh my god. Tight competition between Himalayan and the Royal Enfield. Yo, bro, you champion of slow race. He's second. Yo, bro. Helmet okay. Good job. Yo, bro. Good. But you rode nicely, bro. Good job. Nice, bro. Good job. Good. ഇവിടെ നമുക്ക് ട്രെയിനേഴ്സ് മുസ്ലിം കൂടെ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ട്രൈബൽ സഞ്ജയ്, ദേവ് വെങ്കടേഷ് ആൻഡ് മഹേഷ് വിയം. Competition between Dev and Simon. അവസാനത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. Okay, Bandidos Extreme. Travel Adventure Cafe. Tribal Sanjay. Let's go.
സോ മച്ച് അഭിജിത്ത് യോഗി. നമ്മളെല്ലാ പരിപാടിക്കും വളരെ ഷോർട്ട് നോട്ടീസിൽ വിളിച്ചാൽ പോലും ഓടിയെത്തുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഈ ഒരു അഭിജിത്ത് അല്ലേ. പല കാര്യങ്ങൾക്കും ഞാൻ വിളിച്ചാൽ വളരെ വളരെ നിയറസ്റ്റ്, ഞാൻ അങ്ങനെയാണോ വിളിക്കുക 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 ദിവസം മുന്നേ. പക്ഷെ അത് പ്രശ്നമല്ല, മാസങ്ങൾക്ക് മുമ്പേ ബുക്കിംഗ് ഉണ്ടെങ്കിൽ കൂടെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ വിളി സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. സോ ബിഗ് താങ്ക്സ് ടു അഭിജിത്ത് യോഗി ഈ ഒരു നല്ല രാത്രി നമുക്ക് സമ്മാനിച്ചത്. ഒരു നിമിഷം പോലും പിന്നിലേക്ക് തണലത്തേക്ക് കയറി നിൽക്കാതെ വെയിൽ കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ പാഠങ്ങളും 100% പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തികളാണ് ട്രൈബൽ സഞ്ജയ്, ദേവ് വെങ്കടേഷ് and മഹേഷ് VM. So big thanks to Tribal Sanjay, Mahesh VM and Dev Venkatesh. Thank you all. Very proud of every one of you guys. And yeah, if you guys visit Bangalore, our doors are always open for you at Tribal Adventure Cafe. Yay! Just come by. I think I can see one guy here who is aiming that. Yeah. I can see one guy. Where is that? Surprise! So many guys like that. Don't declare my name, please. നിങ്ങളിൽ കണ്ട ആ പാഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഒരു 10 വർഷം മുന്നേ എന്നിൽ കണ്ട ആ പാഷനാണ് ഞാൻ നിങ്ങളുടെ wearing not normal like as you guys wearing like outside padding with the band, same thing only, but now maybe we will laugh me and Gunda, but initially I don't have a support in the sense I don't know how to race because I'm completely from village, so no idea how to do, where to take the riding gear. So that time Gunda helped me with his friend and giving the riding gears and all. A very good morning everyone. ഇന്നലെ രാത്രി നമ്മൾ മ്യൂസിക് ലൈവ് കോൺസേർട്ടും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മോട്ടോർ സൈക്കിൾ ടോക്ക് ട്രൈബലിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ദേവ് വെങ്കടേഷ് ദേവിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, ഹൗ ഹി ബിക്കെയിം എ പ്രൊഫഷണൽ റൈഡർ. ഇന്നത്തെ നമ്മളെ സ്കെഡ്യൂള് വി ആർ ഗോയിങ് ഫോർ എ ട്രയൽ റൈഡ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു യാത്രയാണ്. അതെല്ലാവർക്കും ഒരു ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രയൽസ് തുടങ്ങാൻ പോവാണ്. ആണോ ഷെയ്ക്ക? അതെ, വലിയ റൈഡേഴ്സിൻ്റെ കൂടെ ഒന്ന് ഞാൻ ഓടിക്കാൻ പോകുന്നത് കേട്ടോ. എനിവേ എല്ലാവരും സെറ്റായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ ടീ എസ്റ്റേറ്റിൻ്റെ അകത്ത് കൂടി ഒരു അങ്ങോട്ട് കാച്ചാം. ചലോ ദേ ബൈ. ഇവരൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. യാസിനും അതുപോലെ കൊച്ചി മച്ചാനും വൈബ് 100ഒക്കെ. ഇതുപോലൊരു അഡ്വഞ്ചർ ട്രെയിനിങ് ഇവൻ്റ് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് പങ്കെടുത്ത് ഹൗ ഡു യു ഗൈസ് ഫീൽ? ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറയണം? കാരണം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഓഫ് റോഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ട്രയൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഓഫ് റോഡ് ട്രെയിനിങ് പ്രോഗ്രാം ഒരു അത്ഭുതമായി തോന്നിയത് ഇവിടെ അറ്റൻഡ് അടിപൊളിയായിരുന്നു. കാരണം അത്രയും നല്ല ഇനീഷ്യേറ്റീവ് ആയിരുന്നു, ട്രാക്ക് അടിപൊളിയായിരുന്നു, ടെക്നിക്കലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റി, കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ദാറ്റ് മേക്സ് ദിസ് പ്രോഗ്രാം ബ്യൂട്ടിഫുൾ. വെരി നൈസ്. അതിന്റെ ബിഗിനേഴ്സിനായാലും അവർക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മുടെ കൂടെ തന്നെ കുറെ പേരുണ്ടായി, അവർക്ക് തന്നെ ഒരു ഇനീഷ്യൽ ഐഡിയ കിട്ടി എങ്ങനെ ഒരു ഓഫ് റോഡ് നമുക്ക് കുറച്ചായാലും നമുക്ക് എങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ്സ് ലൈക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്യുവർ പാഷൻ ആണെന്ന് ആ ട്രാക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനത്ര എഫോർട്ട് എടുത്തിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ മറ്റേ എല്ലാ ഒബ്സ്റ്റക്കിൾസ് ആയാലും എല്ലാ ടൈം എടുത്തിട്ടാണ് എല്ലാവരും പഠിപ്പിച്ചത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാവരും. അത് കഴിഞ്ഞ് ഒരു ബേസിക് ട്രെയിനിങ് തന്നു, അടുത്ത ദിവസം ട്രയൽസ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അവിടെയും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്തതൊക്കെ അത് പഠിക്കാനുള്ള ഒരു വേദി മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഇതൊരു 3 ഡേ പക്ക ഒരു അടിപൊളി പരിപാടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലത്തെ പരിപാടികളിലേക്ക് വരണ്ടേ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ നടത്താൻ സാധിക്കട്ടെ. ഇവരെല്ലാവരും സപ്പോർട്ട് നമുക്കുണ്ടാവും. മാത്രമല്ല ഇവരൊക്കെ അവർ ഇൻഡിവിജ്വലി പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യണം. എന്നിട്ട് അടുത്ത ട്രയൽസിന് നിങ്ങൾക്ക് പുതിയ അഡ്വഞ്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് ബാൻഡിഡോസ് മോട്ടോർ സ്പോർട്സ് എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. Thank you so much guys. Thank you. Yeah. Bye. So guys, the riders are ready. We are all set to go for the trial ride. Let's go.
ഈ ഒരു ട്രയൽസിൻ്റെ ഏറ്റവും മൗണ്ടൈൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ബെസ്റ്റ് ട്രയൽസ് ആയിരുന്നു കേട്ടോ. റൈഡേഴ്സ് ആർ ഹിയർ എൻജോയിങ് ദ വ്യൂ. ഹൗസ് ഇറ്റ്? It was definitely a test of man and machine today. Whatever we learned yesterday, I am pretty sure they used it all here. So they were doing really good. Yeah, some of them really killed it. ഇനി നമുക്ക് ഇതിൽ എല്ലാവരും ഒരു ലെവൽ 1 ട്രെയിനിങ് കഴിഞ്ഞു. ഒരു ബേസിക് ആയിട്ടുള്ള ഓഫ് റോഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. അത് പ്രാക്ടിക്കലായിട്ട് ഇന്നിവിടെ എല്ലാവരും തെളിയിക്കുകയും ചെയ്തു. സോ യു ഡിസേർവ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ബാൻഡിഡോസ് മോട്ടോർ സ്പോർട്സ്. We really had it from Bandidos Extreme, and this is the time to sign off. All the riders, thank you for being part of this Bandidos Extreme. Pudiya adventure series. We will come back. Thank you so much, guys.